ചെന്നൈയിൽ ഓഗസ്റ്റ് 25, 26 തീയതികളിൽ ഒരു DMK പരിപാടിയുണ്ട്. മുരുക ഭഗവാനെ പുനർനിർവചിക്കുന്ന പരിപാടി ആണ്. മുത്തമിഴ് മുരുകൻ രാജ്യാന്തര സമ്മേളനം എന്നാണ് അതിൻ്റെ പേര്. അതിൽ മുരുകാരാധന സംബന്ധിച്ച പ്രബന്ധങ്ങൾ രാജ്യാന്തര തലത്തിലുള്ള വിദഗ്ധരൊക്കെ വന്ന് വിദേശത്തു നിന്നൊക്കെ വന്ന് അവതരിപ്പിക്കും. അതിൻ്റെ പശ്ചാത്തലത്തിൽ 2020 BJP ഒരു വേൽ യാത്ര സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അത് കോവിഡ് കാരണമൊക്കെ നടന്നില്ല. വേണ്ട രീതിയിൽ മറ്റേ എൽ മുരുകൻ BJP സംസ്ഥാന പ്രസിഡന്റ് ഒരു വേല് പിടിച്ചിട്ട് വേൽമുരുകനായിട്ട് യാത്ര നടത്തുക എന്നുള്ളതാണ്. അത് നടന്നില്ല എന്ന് വേണ്ട രീതിയിൽ. തിരുത്തണി മുതൽ തിരുച്ചെന്തൂർ വരെ ആണ്. അത് ഈ 6 വട വീടുകളിൽ പെടുന്ന 2 സ്ഥലമാണ് മുരുകൻ്റെ. അങ്ങനെ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. പിന്നെ കാശിയിൽ തമിഴ് സംഗമം മോദി സംഘടിപ്പിച്ചിരുന്നു. പിന്നെ അദ്ദേഹം ഈ അധീനങ്ങളെയൊക്കെ പരിധിയിലാക്കി ചെങ്കോല് പ്രതിഷ്ഠിച്ചു. അങ്ങനെ പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവര് തൈപ്പൂയ പദയാത്രകൾ നടത്തുന്നു. രാമാനുജരെ പറ്റി നമ്മുടെ മറ്റേ വിശിഷ്ടാദ്വൈതം രാമാനുജരെ പറ്റി കരുണാനിധി പലപ്പോഴായിട്ട് ലേഖനം എഴുതിയിരുന്നു അത്രേ. ഇതെല്ലാം കൂടി ഒരു സമാഹാരമാക്കിയിട്ടിപ്പോൾ സ്റ്റാലിൻ പ്രസിദ്ധീകരിച്ചു. എന്നാൽ ആത്മീയ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് വരുത്താൻ. സീമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ സംവിധായകൻ്റെ അവിടെ സീമാൻ, അയാൾ നാം തമിഴ് കച്ചി എന്ന് പറഞ്ഞ പഴയ പാർട്ടി പുനരുദ്ധരിച്ച് കൊണ്ടു നടക്കുമ്പോൾ അയാൾ സ്ഥിരമായിട്ട് ഈ 6 വട വീടുകൾ 6 ക്ഷേത്രങ്ങൾ മുരുകൻ്റെ അതൊക്കെ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് BJP-കാരൊക്കെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അയാളുടെ ശരിക്കുള്ള പേര് സൈമൺ എന്നാണ്. അയാൾ മുരുകനെ ക്രിസ്ത്യനൈസ് ചെയ്യാണ്, ക്രിസ്തുവൽക്കരിക്കാനുള്ള ശ്രമമാണ് അയാളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് മുരുകനെ. അപ്പോൾ 2020 കർപ്പർ കൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു സൂഡോ സെക്കുലർ കൂട്ടം അവര് സ്കന്ദഷഷ്ടി കവചത്തിനെ അവഹേളിച്ചിരുന്നു. അതിലൊരു വാചകം എടുത്തിട്ട് ഒരു വൃത്തികെട്ട അർത്ഥം അതിന് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. 2 വൃക്ക എന്നുള്ള അർത്ഥം വരുന്നൊരു ഭാഗം 2 പൃഷ്ഠം എന്നാക്കി വൃത്തികേടൊക്കെ ആയിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഈ വേൽ യാത്രയൊക്കെ BJP. അപ്പോൾ ഈ മുത്തമിഴ് മുരുകൻ രാജ്യാന്തര സമ്മേളനം ഇങ്ങനെ മുരുകനെ വീണ്ടെടുക്കുക തമിഴ്നാട്ടിൽ എന്നുള്ള DMK-യുടെ പരിപാടി. അത് ശരിക്കും എന്താണ്? BJP-യുടെ ഹിന്ദുത്വ പരിപാടിക്ക് ബദൽ, ശ്രീരാമന് ബദൽ എന്നുള്ള നിലയ്ക്കാണ്. ശ്രീരാമന് ബദലാണ് ശിവൻ എന്നുള്ള മട്ടിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്താണ് ഈ സംഭവിക്കുന്നത്? അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യം, ഇവരെല്ലാവരും ചെയ്യുന്നത് എന്താണ്? ഇവർ ചെയ്യുന്നത് ഹിന്ദു ദേവി ദേവന്മാരുടെ ഒരു റിവൈവൽ നടത്തുകയാണ്. അത് അവിടുത്തെ BJP-യുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് തമിഴ്നാട്ടിൽ അങ്ങയുടെ സ്ഥാനത്തിരിക്കുന്ന ആള് നാരായണൻ തിരുപ്പതി പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇത് സ്വാഗതം ചെയ്യുന്നു. അതെ, റിവൈവലാണ് നടത്തുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, പാർലമെൻറ്റിൽ തങ്ങളുടെ നേതാവ് പരമശിവനാണ് എന്ന് പറയുന്നത് റാവുൾ വിൻസി എന്ന കത്തോലിക്കനായിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. സ്വാഗതം ചെയ്യേണ്ടതാണ്. ബ്രിട്ടീഷ് പൗരൻ കൂടിയായ റാവുൾ വിൻസി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹം ജന്മനാ കത്തോലിക്കനാണ്. ആ ജന്മനാ കത്തോലിക്കനായ റാവുൾ വിൻസിയാണ് പറയുന്നത് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ശ്രീരാമനല്ല പരമശിവനാണെന്ന്. ഇപ്പോൾ സ്റ്റാലിൻ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ നേതാവ് രാമനല്ല വേൽമുരുകനാണ് എന്നാണ്. ഇനി നമുക്ക് ഈ സന്ദർഭത്തിൽ ഇടത് കൈയിൽ മറ്റേ ശൂലം പിടിച്ച ശിവൻ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്ന് ഒരാൾ എന്നെ അറിയിച്ചിരുന്നു. അല്ല, വലത് കൈയിലായിരുന്നു. അല്ല, ഈ രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ട് റാവുൾ വിൻസിക്ക് ഒരു പ്രത്യേകതയുള്ളത്, തെറ്റ് പറയാൻ ഒരു മടിയുമില്ല. തെറ്റ് ശരിയാണ് എന്ന നിലക്ക് അദ്ദേഹം പറയുകയും അത് തെറ്റാണ് എന്ന് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു ലജ്ജയുമില്ലാതെ അതിന് മറുപടി പറയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന
ഒരാളാണ്. ഇതാണ് ഇറസ്പോൺസിബിൾ അൺഓതൻറ്റിക് പേഴ്സണാലിറ്റി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക. എന്ന് വെച്ചാൽ തനിക്ക് നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ ശരിയായ നിശ്ചയമുണ്ട് എന്ന രീതിയിൽ പറയുകയും മറ്റുള്ളവർ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാതെ അത് അലങ്കാരമായി എടുത്ത് അണിയുകയും ചെയ്യുന്ന ഒരു ഇറസ്പോൺസിബിൾ പേഴ്സണാലിറ്റിയാണ്, അൺഓതൻറ്റിക് പേഴ്സണാലിറ്റിയാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾ നിങ്ങൾ മാത്രമല്ല ഞങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, അവർ ഹിന്ദു ആകട്ടെ. അല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഹൈക്കമാൻഡായ KC വേണുഗോപാലില്ലേ, അദ്ദേഹം പറഞ്ഞു ഭഗവത്ഗീതയിൽ നിന്നാണ് ഗാന്ധി അഹിംസ പഠിച്ചത്, അതേ ഭഗവത്ഗീതയിൽ നിന്നാണ് ഗോഡ്സെ ഹിംസയും പഠിച്ചത്. അപ്പം ഇത് ഭഗവത്ഗീതയ്ക്ക് തന്നെ ഇവിടെയും ടോമി അബ്രഹാമോ അങ്ങനെ ഏതൊരാൾ എസൻസിൻ്റെയോ മറ്റോ മീറ്റിങ്ങിൽ ഭഗവത്ഗീതയെ അവഹേളിച്ച് സംസാരിച്ചിരുന്നു. ഈ KC വേണുഗോപാലും ഭഗവത്ഗീതയെ അവഹേളിക്കുകയല്ലേ ചെയ്തത്? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരും സിദ്ധാന്തം പറയുന്ന അങ്ങനെയല്ല. ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നവൻ്റെ മനോഭാവം അനുസരിച്ചിട്ട് അതിൽ നിന്ന് ഹിംസയും അഹിംസയും ഒരുപോലെ ഗ്രഹിക്കാം എന്ന് പറയുന്നത് ഭഗവത്ഗീതയെ വായിച്ച് മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്ത ഒരു വികല ബുദ്ധിയുടെ അഭിപ്രായമായിട്ട് മാത്രം അതിനെ കരുതിയാൽ മതി. കാരണം എന്തെങ്കിലും ഒരു ഇതുള്ള ഒരാൾ, കാരണം അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇപ്പോൾ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അനുരാഗ് താക്കൂർ ചോദിച്ചില്ലേ, ഭരണഘടനക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭരണഘടനയ്ക്ക് എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞില്ല. അതുപോലെ നിങ്ങൾ ഏത് വ്യാഖ്യാനമാണ് ഭഗവത്ഗീതയുടെ വായിച്ചത് എന്നുള്ള കാര്യം പറയട്ടെ. KC വേണുഗോപാൽ അദ്ദേഹം ഏത് വ്യാഖ്യാനമാണ് വായിച്ചത്? ഭഗവത്ഗീതക്ക് 500-ലേറെ വ്യാഖ്യാനങ്ങളുണ്ട്. ഗാന്ധിയുടെ തന്നെ അനാസക്തി യോഗം എന്ന് പറയുന്ന ഗാന്ധിയുടെ വ്യാഖ്യാനമുണ്ട്. ശങ്കരാചാര്യരുടെ വിശ്വപ്രസിദ്ധമായ വ്യാഖ്യാനമുണ്ട്. ഗംഗാധര തിലകൻ്റെ ഗീതാരഹസ്യം എന്ന് പറയുന്ന വ്യാഖ്യാനമുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയത്തിലുള്ളവർ, സാമൂഹിക ജീവിതത്തിലുള്ളവർ, വലിയ പണ്ഡിതന്മാർ, മഹർഷിമാർ, പിന്നെ ഇതിൻ്റെ ഒക്കെ വിശിഷ്ടാദ്വൈത വ്യാഖ്യാനം രാമാനുജ ആചാര്യൻ്റേതുണ്ട്, ദ്വൈത വ്യാഖ്യാനം മാധ്വാചാര്യൻ്റേതുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഏത് വ്യാഖ്യാനം വായിച്ചിട്ടാണ്, ഏത് യുക്തി അനുസരിച്ചാണ് ഈ രണ്ട് കാര്യങ്ങളും ഇതിൽ നിന്ന് ഗ്രഹിക്കാൻ തനിക്ക് കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് വിശദമാക്കേണ്ടതാണ്. അവിടെയും നമ്മൾ കാണേണ്ട കാര്യം ആശ്രയിക്കുന്നത് ഭഗവത്ഗീതയെയാണ്. രാഹുൽ ഗാന്ധി എന്ന ക്രൈസ്തവൻ ആശ്രയിച്ചത് ശിവനെയാണ്. മറ്റേ സ്റ്റാലിൻ എന്ന നാസ്തികൻ ആശ്രയിക്കുന്നത് വേൽമുരുകനെയാണ്. ഇനി DMKയുടെ മുഴുവൻ കേഡർമാരും എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഒന്നിച്ച് പറഞ്ഞാലും മുരുകൻ, പളനിമല വാഴുന്ന മുരുകൻ, ജ്ഞാനപ്പഴത്തെ പിഴുന്ത് കൊടുത്ത മുരുകൻ അഹിന്ദു ആകുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് ആഗോള ഈ മുരുകൻ സമ്മേളനം നടക്കുന്നതും പഴനിയിലാട്ടോ. പഴനിയാണ്. പഴനിമല വാണരുളും മുരുകയ്യ എന്ന് കേട്ടിട്ടില്ലേ? മുരുക എന്ന് കേട്ടിട്ടില്ലേ? ആണ്ടവനെ എന്ന് കേട്ടിട്ടില്ലേ? വേൽമുരുക എന്ന് കേട്ടിട്ടില്ലേ? വേലായുധ എന്ന് കേട്ടിട്ടില്ലേ? എന്തെല്ലാമാണ്. അവിടെ മുരുക സംസ്കാരമില്ലാതെ തമിഴിൽ, അതുപോലെ ശൈവ സംസ്കാരമുണ്ട് തമിഴിന്. പിന്നെ വളരെ വ്യക്തമായൊരു ശൈവ സംസ്കാരമുണ്ട്. അതുപോലെ ദേവി മാരിയമ്മ, മാരിയമ്മൻ സംസ്കാരമുണ്ട്. മധുര മീനാക്ഷി വലിയ സംസ്കാരമുണ്ട്. അവിടെ ജനം നാസ്തികരൊന്നുമല്ല. ജനാസ്തികരാണ്. ജനത്തിന് ഇത് വേണം. ആ ജനത്തിൻ്റെ അടുത്ത് ഈ മുരുകൻ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്നാണ് പറയുന്നത്? അല്ല, ഈ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ വരുന്ന ആളുകൾ വലിയ ആസ്തികരൊന്നും ആയിരിക്കും എനിക്ക് തോന്നുന്നു. അല്ല, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി വരുന്ന അക്കാഡമിക് വിദഗ്ധരെയാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം അവർക്കും ഉണ്ടാകില്ല, നാട്ടുകാർക്കും ഉണ്ടാകില്ല. കാരണം അവരാ ഇതിനകത്ത് എഴുതി വെക്കുന്നത് എന്താണെന്നുള്ള കാര്യം, കാരണം ഇത് ഒരു ദിവസം വന്നിട്ട് മുരുകനെ പഠിക്കുകയാണല്ലോ. അതെ, അല്ലാതെ ഇതിൻ്റെ ഇത് മോദി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മുരുകവിരുദ്ധമാണെന്നല്ലേ സ്ഥാപിക്കാൻ സാധ്യത? മോദി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മുരുകവിരുദ്ധമാണെന്ന് സ്ഥാപിക്കാൻ ഒന്നാമത് കഴിയില്ല. രണ്ട്, സ്ഥാപിക്കാൻ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അത് തീർന്നും കിട്ടും. കാരണം ഈ
ഇത് ശൈവ പാരമ്പര്യമല്ലേ, ശിവൻ്റെ മക്കളല്ലേ സാർ ഗണപതിയും മുരുകനും. എന്താന്ന് വെച്ചാൽ ഈ ഉദയനിധി സ്റ്റാലിൻ എന്ന് പറഞ്ഞ ആൾ മോനാണല്ലോ, അതിൽ സ്റ്റാലിനും വിരോധമൊന്നുമില്ലല്ലോ. ഇല്ല, അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങേര് ഇത് മുഴുവൻ സനാതനധർമ്മം ഉന്മൂലനം ചെയ്യുന്നു പറഞ്ഞ് കേസ് സുപ്രീം കോടതി കിടക്കുന്ന ആളാണ്. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അത് വേറൊരു അർത്ഥത്തിലാണെന്ന് ചിലപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ വാദിക്കാൻ വേണ്ടിയാണോ ഇത് നടത്തുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയുണ്ടല്ലോ അല്ലേ. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചേക്കണത്, ഞങ്ങൾ മുരുകഭക്തരാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ സനാതനധർമ്മത്തെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യുന്ന DMK ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ടായിരിക്കും BJPക്ക് 20% വോട്ട് കിട്ടിയത് എന്ന് കരുതിയിട്ട് അതിനെതിരെയുള്ള മൂവ്മെൻറ്റും ആകാം. എന്തായാലും ശരിയാണ്, മുരുക ഭഗവാന്റെ ആണ്ടവൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ചരിത്രരേഖകളൊന്നുമില്ലല്ലോ. ആകെയുള്ളത് കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് മുരുകൻ എന്നുള്ളത്, അലക്സാണ്ടർ എന്നുള്ളത് ലോപിച്ചതാണ് സ്കന്ദൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ലല്ലോ. അപ്പോൾ ഇത് ചരിത്രരേഖകൾ വെച്ചുകൊണ്ടല്ലോ. പിന്നെ എന്താണ്, മുരുകൻ്റെ ഇതിഹാസ പുരാണങ്ങളെ നിന്ന് വെച്ച് വേദത്തെ വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ടി വരും. അത് ഹൈന്ദവമല്ലേ, അതല്ലേ ഹൈന്ദവം. അപ്പം മുരുകനെ എടുത്ത് മുരുക സമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ശൈവ സമ്മേളനം ഇനിയിപ്പം നിർബന്ധമായിട്ടും രാഹുലും നടത്തേണ്ടി വരും. അത് വേണ്ടി വരും. ഇവിടെ പിന്നെ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് കൂടോത്രത്തിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം. ഇന്നിപ്പോൾ കണ്ടില്ലേ, മറ്റേ കെ സുധാകരൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ആഫീസിൽ, അദ്ദേഹത്തിൻ്റെ നടന്നു പോകുന്ന വഴിക്ക്, അദ്ദേഹത്തിൻ്റെ കസേരയ്ക്ക് കീഴിലൊക്കെ കൂടോത്രം. അങ്ങനെയാണെങ്കിലേ ആ കുമാരസ്വാമി DK ശിവകുമാറിനെതിരെ കൂടോത്രം നടത്തിയെന്ന് ശിവകുമാർ പറഞ്ഞിട്ടില്ലേ, കണ്ണൂരിൽ എവിടെയാണ് നടത്തിയെന്ന്. അപ്പോൾ അത് ആരായിരിക്കാനാണ് സാധ്യത? അങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിൽ ഒരു കാര്യം ഇപ്പം ഉറപ്പാണ്, കണ്ണൂർ രാഷ്ട്രീയത്തിലുള്ളവർക്ക് കൂടോത്രവുമായിട്ട് വളരെ ഗാഢമായ ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് ഊഹിക്കാവുന്നതാണ്. കണ്ണൂർ രാഷ്ട്രീയം കൂടോത്രത്തിൽ കൂടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു. സുധാകരൻ്റെ വീട്ടുവളപ്പിലൊക്കെ, ഡൽഹിയിലെ ആഫീസ് വളപ്പിലും ഒക്കെ കൂടോത്രം ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സഖാവായിരിക്കില്ലേ ചെയ്തിരിക്കുന്നത്? അല്ല, സഖാവാകണമെന്നില്ല. അതൊരു സഖാവ് ഒരു കോൺഗ്രസ്സുകാരനെ കൂടി സഹായത്തോടെ ചെയ്തതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അങ്ങനെയാകാം. കാരണം ഇപ്പോൾ സുധാകരനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ പ്ലേസിൽ വരാൻ ആഗ്രഹിക്കുന്ന എത്ര കോൺഗ്രസ്സുകാരുണ്ടോ അവരിൽ പലർക്കും അതിനകത്ത് പങ്കുണ്ടാകുമെന്ന് ന്യായമായി നമുക്ക് ഊഹിക്കുകയും ചെയ്യാം. കാസർഗോഡുള്ള ഒരാൾക്ക് കൂടോത്രത്തിനെ പറ്റി നല്ല ജ്ഞാനമുള്ള ആളാണ്. അവിടുത്തെ MP ആണോ? അദ്ദേഹം ആഭിചാര വൃത്തിയിൽ തൽപരനാണെന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ആക്ഷേപിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ തെളിവില്ലാത്ത കാരണം ഞാനത് പറയുന്നില്ല. പക്ഷേ എന്തായാലും ശരിയാണ്, അദ്ദേഹവും സുധാകരനും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സംശയിക്കുന്നവരും കണ്ടേക്കാം. പക്ഷെ അദ്ദേഹമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് തെളിവില്ലാത്തടത്തോളം പറയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാണ്, തകിടിൽ കൂടോത്രം ചെയ്ത് ഇവിടെയൊക്കെ പ്രതിഷ്ഠിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കസേരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വീട് മുറ്റത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു, അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ഇല്ല, ഈ ജഗതി പറയുന്ന രീതിയിൽ ഇത് അല്ല, ഇന്നസെൻ്റ് പറയുന്നില്ല, ഇത് ഞാനിവിടെ എല്ലാം കുടിച്ചിട്ടുണ്ട്, നീയോ നിൻ്റെ കുടുംബമോ ഇതിനെ 3 വട്ടം മറികടന്നു കഴിഞ്ഞാൽ തല പൊട്ടിത്തെറിച്ച് മരിക്കും എന്ന് പറയുന്നത് പോലെ. പണ്ടൊക്കെയാണെങ്കിൽ കിട്ടുന്ന തകിടുകളൊക്കെ സുധാകരൻ മോൻസൻ മാമുങ്കലിന് സമർപ്പിച്ചിരുന്നു പറയായിരുന്നു. അതെ. ഇപ്പം അതും നിവൃത്തിയില്ല. അപ്പോൾ എന്താ ഇതൊക്കെ ഈ തമാശ പറയുമെങ്കിലും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും കേരള രാഷ്ട്രീയത്തിൻ്റെയും ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവരെന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? അവർ ഹിന്ദു ധർമ്മ പരിപാലനത്തിൻ്റെ വിവിധ ഷെയ്ഡുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതാണ്. എന്നിട്ടാണ് പറയേണ്ടത് ഞങ്ങൾ അതിനെതിരെ നിൽക്കുകയാണെന്ന്. എങ്ങനെ ശരിയാകും? മുരുകനെ പറ്റി വലിയ ആഗോള സെമിനാർ നടത്തിയിട്ട് ഞങ്ങൾ സനാതനധർമ്മം ഉന്മൂലനം ചെയ്യുന്നു പറയുന്നു. അല്ലെങ്കിൽ പറയേണ്ടത് മുരുകൻ വേറെ ഒരാളാണ്, അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നില്ല എന്ന് പറയണം. അതിനുള്ള ധൈര്യം അതില്ല. ഉണ്ടോ?
അതില്ലല്ലോ, വേരർക്കില്ലല്ലോ. തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് മുരുകൻ ഇങ്ങനെ ഒരു കക്ഷിയില്ല, മുരുക സംഗതികളൊന്നും വേണ്ട, മുരുകനെ പ്രാർത്ഥിക്കേണ്ടതില്ല, നിങ്ങൾ മുരുകക്ഷേത്രങ്ങളിൽ പോകേണ്ടതില്ല, മുരുകൻ ഒരു കടവുൾ കാട്ട് മുരാണ്ടി എന്നാണ്, മിറാൻഡി, മുരുകൻ കാട്ട് മിറാൻഡി എന്ന് പറയാനുള്ള ധൈര്യം സ്റ്റാലിനുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? അല്ല, എനിക്ക് തോന്നുന്നത് ഈ ഹിന്ദു, അതായത് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതും മുരുകനും രണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സംരംഭമാണല്ലോ. അല്ല, മുരുകന് ഹൈന്ദവ പാരമ്പര്യം ഉണ്ട് എന്ന് നിഷേധിക്കാൻ പറ്റുമോ? അല്ല, ദ്രാവിഡ എങ്ങനെ പറഞ്ഞാലും അത് ഹിന്ദുത്വം വരും, അതാണ്. ശിവന്റെ മകനല്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാ? അതെ. ജ്ഞാനപ്പഴത്തെ പിളുന്ത് എന്ന് അത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യമുണ്ട്? വേൽമുരുക ഹരോഹരോ ഹരോഹര. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഹിന്ദുത്വത്തെ പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമാണ്. അതെ. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം BJPക്ക് ചുവപ്പ് പരവതാനിയോ കാവി പരവതാനിയോ വിരിക്കുന്നതാണോ? അല്ല, അദ്ദേഹം ഭയക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ 20% വോട്ടിലേക്ക് BJP എത്തിക്കഴിഞ്ഞാൽ BJP വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വളർച്ചയിൽ ഹൈന്ദവ വികാരവും കൂടി വന്ന് ഈ വോട്ടുകൾ BJPയിലേക്ക് വള്ളം മറിയുന്ന രീതിയിൽ മറിഞ്ഞു പോകുമോ എന്ന ഭയമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇതിന് നിൽക്കുന്നത്. ഈ ആഗോള സമ്മേളനത്തിൻ്റെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ മുരുകനെ അഹിന്ദു ആക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് രാധാകൃഷ്ണൻ ഉറപ്പാണോ? മുരുകനെ അഹിന്ദു ആക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. മുരുകൻ മാർക്സിസ്റ്റാണെന്ന് പറയാൻ പറ്റുമോ? മുരുകൻ ക്രൈസ്തവനാണെന്ന് പറയാൻ പറ്റുമോ? മുരുകൻ ഇസ്ലാമിസ്റ്റാണെന്ന് പറയാൻ പറ്റുമോ? മുരുകൻ യഹൂദനാണെന്ന് പറയാൻ പറ്റുമോ? പിന്നെ മുരുകൻ എന്താണെന്ന് പറയും? പരമാവധി പറയാവുന്ന മുരുകൻ കോൺഗ്രസ് ആണെന്ന് പറയാൻ പറ്റുമോ? മുരുകൻ എന്താണെന്ന് പറയും? മുരുകൻ BJP പ്രസിഡൻ്റായിരുന്നു. അതെ. മുരുകൻ ഇതല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് സാധ്യമല്ല. അവർ ഈ ഭയം കൊണ്ട്, കാരണം ഞങ്ങളും രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ കാര്യമാണ് ഇയാളും ചെയ്യുന്നത്. ഞങ്ങളും ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഞങ്ങളും ഹിന്ദുക്കളാണ്, ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദുക്കൾ, ഞങ്ങളും ഹിന്ദുക്കളാണ്, ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ മുരുക സമ്മേളനം നടത്തുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ പരിണത ഫലം എന്തായിരിക്കും? അതിൻ്റെ പരിണത ഫലം എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ്? ഒറിജിനൽ ഉള്ളപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട. പൊന്നുള്ളപ്പോൾ കാക്കപ്പൊന്ന് ആര് നോക്കും? പൊന്നുണ്ടല്ലോ. ഹൈന്ദവ പാരമ്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ പാരമ്പര്യം ലോകോത്തരമാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനം ഉള്ളപ്പോൾ എന്തിനീ കാക്കപ്പൊന്ന്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.